Hello my dears, welcome back to our YouTube channel. Christmas time ആവുമ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇതേപോലെ ക്രിസ്മസ് ട്രീ ഒക്കെ വെക്കും അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചിലവ് കുറഞ്ഞിട്ട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കാൻ പോണത്. വെറും കാർഡ്ബോർഡും ഇതേപോലത്തെ ഗ്രീൻ സ്ട്രിങ്സുമാണ് ഞാനിതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇതുപോലത്തെ കാർഡ്ബോർഡ് പീസ് വേണം. വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഫ്രിഡ്ജോ വലിയ ടി വിയൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ കാർഡ്ബോർഡ് കിട്ടില്ലേ? ആ കാർഡ്ബോർഡിനെ ഞാൻ 3 ട്രയാങ്കിൾസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീളം വീതിയും ഞാൻ എടുത്തിരിക്കുന്നത്, വീതി ഏകദേശം ഒരു 50 സെൻറ്റിമീറ്ററും നീളം ഏകദേശം ഒരു 85 സെൻറ്റിമീറ്ററും. അപ്പോൾ 3ഉം ഒരേ അളവിൽ തന്നെ ട്രയാങ്കിളായിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ ഇത് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ടേപ്പാണ്. ഒന്നില്ലെങ്കിൽ വൈറ്റ് കളർ ടേപ്പ് നമുക്ക് 2 സൈഡിലും ഇങ്ങനെ ഒട്ടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ കത്രിയോ നൈഫോ എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേപ്പിനെ കട്ട് ചെയ്തിട്ട് സൈഡുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു സൈഡും മറ്റേ കാർഡ്ബോർഡും ഈ കാർഡ്ബോർഡും കൂടി ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൈഡുകളിൽ ആദ്യം ഞാൻ ഈ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണത്. അപ്പോൾ സൈഡിൽ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക, അപ്പുറത്തെ സൈഡിൽ നമുക്ക് അടുത്ത കാർഡ്ബോർഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ എല്ലാ സൈഡിലും ഇങ്ങനെ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ഞാൻ അടുത്ത ട്രയാങ്കിൾ കാർഡ്ബോർഡിനെ എടുത്തിട്ട് അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ മുകളിലേക്കല്ല വേണ്ടത്, ഒരു കാർഡ്ബോർഡും അതിൻ്റെ മറ്റേ കാർഡ്ബോർഡും കൂടി ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡിൻ്റെ താഴേക്കാണ് ഇറക്കി വയ്ക്കുന്നത് കേട്ടോ. എന്നിട്ട് അപ്പുറത്തെ സൈഡിലുള്ള ടേപ്പെല്ലാം ഒട്ടിച്ച് നന്നായിട്ട് ഒട്ടിയിരിക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് 3ാമത്തെ സൈഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആക്ച്വലി നമുക്ക് ഗ്ലൂ ഗണ്ണോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എനിക്ക് എളുപ്പത്തിന് ഇതേപോലത്തെ ടേപ്പാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത്. അത് കാരണം കൊണ്ട് ഞാൻ എളുപ്പത്തിന് ഈ ടേപ്പ് അത്യാവശ്യം നല്ല പശ ഉണ്ടാവും, അതേപോലെ നല്ല വീതി ഉണ്ടാവും. അപ്പോൾ ടേപ്പ് വെച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ്ലി ഞാൻ ചെയ്യണത്. അപ്പോൾ ഇതിന് അത്രയും വിലയൊന്നും ഇല്ലല്ലോ. ടേപ്പ് നമുക്കിപ്പോൾ മേടിക്കാനാണെങ്കിൽ വലിയ റോള് കിട്ടുകയും ചെയ്യും, നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിൽ എടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ DIYക്ക് എടുക്കുകയും ചെയ്യാം. സോ സിമിലർലി ഞാൻ 3ാമത്തെ പീസും വെച്ചു ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എളുപ്പമല്ലേ? ഇത് അത്രയും പണിയൊന്നുമില്ലല്ലോ ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ 3 സൈഡും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ആ 3ാമത്തെ സൈഡ് തമ്മിൽ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് സെയിം നമ്മുടെ ടേപ്പ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം നമുക്കൊരു പിരമിഡ് ഷേപ്പ് കിട്ടി. സിമ്പിളായിട്ടുള്ളൊരു ട്രീ ആട്ടോ കാണിക്കണേ. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഹോളോ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കാർഡ്ബോർഡ് വെച്ച് ക്ലോസ് ചെയ്യാം. ഞാൻ ക്ലോസ് ചെയ്യുന്നൊന്നുമില്ല. ഇനി നമുക്ക് ഡെക്കർ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഈ ഗ്രീൻ സ്ട്രിങ്സ് വാങ്ങിച്ചതാണ്. ഇതിന് 10 എണ്ണത്തിന് ഞാൻ ബൾക്കായിട്ട് മേടിച്ചപ്പം 150 രൂപയാണ്. അങ്ങനെ ഞാൻ 2 സെറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 20 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നീളമുണ്ട്. പിന്നെ ഈ കാണുന്ന കളറല്ല, ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ലവണ്ണം ഒരു കിളിപ്പച്ച നിറമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഡബിൾ സൈഡ് ടേപ്പും ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് ഇതിൻ്റെ കോർണേഴ്സിലും സ്റ്റാർട്ടിങ്ങിലും ഒട്ടിച്ചു കൊടുക്കുകയാണ്. സോ സ്റ്റാർട്ടിങ്ങിൽ എന്തിനു ഒട്ടിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ അതവിടെ നിൽക്കാൻ വേണ്ടിയിട്ടും, പിന്നെ അതേപോലെ കോർണേഴ്സിൽ എന്തിനു ഒട്ടിച്ചു കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് വിട്ടു പോരാതിരിക്കാനും. സോ ബാക്കി സൈഡ് നമുക്ക് കുഴപ്പമില്ല. ഈ കോർണേഴ്സിൽ നിന്നായിരിക്കും മെയിനായിട്ട് ഇതിങ്ങനെ ഊരിച്ചാടി വരുന്ന പോലെ ഉണ്ടാവുക. അപ്പോൾ അതങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോർണേഴ്സിലെല്ലാം ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതും 2 കോർണറിലല്ല 3 കോർണറിലും അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. സോ ഓരോ പ്രാവശ്യം നമുക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കുമ്പോഴും നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. സോ സിമിലർലി ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡിലും ഫസ്റ്റ് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ഫാസ്റ്റായിട്ട് നമുക്ക് അത് ഒട്ടിക്കണ പണി തീരും. അപ്പോൾ ഞാനിതുപോലെ എല്ലാ സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. സോ അത് ഞാൻ കംപ്ലീറ്റ് അത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുണ്ട് ഇടയിലൊന്ന് ചെറുതായിട്ട് പറ്റി പിടിച്ച് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണം തന്നെ ഇല്ല, ഞാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെന്നുള്ളൂ. സോ എപ്പോഴും ആ സ്ട്രിങ്ങിൻ്റെ അറ്റഭാഗം ഒന്ന് പിടിച്ചു വെക്കണം. സോ ലാസ്റ്റ് എൻഡിലും നിങ്ങൾക്ക് ഇതേപോലെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ ഞാൻ ഈ ക്രിസ്മസ് ട്രീ ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റി എടുക്കുന്നുണ്ട്. അങ്ങനെ ചുറ്റിയിട്ട് നമ്മൾക്ക് ഫുൾ നമ്മുടെ ക്രിസ്മസ് ട്രീ നല്ല ഭംഗിയായിട്ട് നല്ല ഗ്ലിറ്ററിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കർ ചെയ്യണം. ഡെക്കർ ചെയ്യാനായിട്ട് ഞാൻ DIY ഐറ്റംസ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, കടയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് DIY യൂസ് ചെയ്യാം. അപ്പോൾ അതേപോലത്തെ ബെല്ലും അതേപോലെ മെറി ക്രിസ്മസ് ബെൽസ്, പല ടൈപ്പിലുള്ള ബോൾസ്, ഇങ്ങനത്തെ എന്തും നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ഡെക്കർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. DIY ആയാലും മതി. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് നോക്കാം. നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ ക്രിസ്മസ് ട്രീയുടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് കാശ് ചിലവൊന്നും വേണ്ട. ഈ പറഞ്ഞ പോലെ ഈ ഡെക്കറേഷൻ ഐറ്റംസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് DIY ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ട്രീ മാത്രമേ DIY ആയിട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ട്രീ ആണെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴും കാശ് കൂടുതലൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് DIY ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഞാനിത് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അല്ലാത്തവർക്ക് നമ്മൾക്ക് ട്രീ ഒക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ആണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ DIY ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്.